ഗൈസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്കൊന്നും അവിടെ പോയി പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവിടുത്തെ ഫീസ് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല, എന്നെ കൊണ്ട് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കോളേജിൽ നിന്ന് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും CUET കുറിച്ചൊക്കെ നമുക്ക് 1 ഡേ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ടൊക്കെ അവിടെ പോയി പഠിക്കാൻ പറ്റുമോ, ഇത്രയും ഫീസൊക്കെ കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ആയിരിക്കും ഫീസ്, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയിട്ടാണ് ഞാൻ CUET ഇങ്ങനെ ഈ ഹിമാചൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് അഡ്മിഷനൊക്കെ എടുത്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് അത്ര മാർക്കില്ലായിരുന്നു. പക്ഷെ ഇയർ ഇങ്ങനെ നമ്മൾ അത്രയും ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇനിയും എക്സാം എഴുതി വെയിറ്റ് ചെയ്തതിൻ്റെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ അഡ്മിഷൻ എടുത്തതും. സോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സെയിം ഡൗട്ട്സ് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എനിക്ക് എങ്ങനെയായിരുന്നു എക്സ്പെൻസ് കാര്യങ്ങൾ, സ്കോളർഷിപ്സ് ഉണ്ടായിരുന്നു, എനിക്കറിയാവുന്ന സ്കോളർഷിപ്സിനെ കുറിച്ച്, എനിക്ക് കിട്ടിയ സ്കോളർഷിപ്സിനെ കുറിച്ച്, എൻ്റെ ഫീസ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PGക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ തന്നെ സീറ്റ്സ് പൊതുവെ ഡിഗ്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ PGക്ക് കുറവാണ് നാട്ടിൽ, പിന്നെ ഫീസും കൂടുതലാണ്. സോ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ള CUET എക്സാം എഴുതിയിട്ട് അതിൽ നമ്മൾ കോളേജിൽ പാസ്സായിട്ടുണ്ടാകണം. ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ എത്ര ശതമാനം മാർക്ക് നമുക്ക് UGക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് അത്രയ്ക്ക് കൂടുതലല്ല. നിങ്ങൾ പാസ്സായി അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഗവൺമെൻറ് കോളേജസിൽ കിട്ടാത്തത് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ CUET എക്സാം എഴുതി അതിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി തന്നെ കിട്ടും. ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ടയർ 1 വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ആ യൂണിവേഴ്സിറ്റികളിൽ കിട്ടിയാൽ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഉണ്ട്. സോ അതുണ്ട്. ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റി ടയർ 1 ഫീസ് കൂടുതലുള്ള യൂണിവേഴ്സിറ്റികളും ടയർ 1 അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി ഫീസ് നല്ല കുറവാണ്. പക്ഷെ ടയർ 1 വരുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അപ്പം നിങ്ങൾക്ക് CUET നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം സാമ്പത്തിക ലെവലിൽ വലിയ ഹൈ അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും. ആ സെയിം ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തിക ലെവലിൽ ഭയങ്കര വീക്കാണ് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഫീസൊന്നും കൊടുത്ത് പഠിക്കാൻ പറ്റൂല എന്നുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ നിങ്ങൾ CUET എഴുതി നിങ്ങൾക്ക് CUET മാർക്കും കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 2 യൂണിവേഴ്സിറ്റികളിൽ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ 2ാമത്തെ അറ്റംപ്റ്റിലാണ് CUET എഴുതി പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. 2ാമതും നോക്കുമ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു, അതായത് വലിയ മാർക്കില്ലായിരുന്നു, ഒരു മിഡിൽ ലെവലിലാണ് നിന്നിരുന്നത്. പക്ഷെ എനിക്ക് പഞ്ചാബ് യൂണിവേഴ്സിറ്റി കിട്ടിയായിരുന്നു, പോണ്ടിച്ചേരി, ബീഹാറൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ ഈ 3 യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തില്ല, ഹിമാചലാണ് ചൂസ് ചെയ്തത്. ഹിമാചൽ ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. എന്നിട്ട് ഞാൻ ഹിമാചൽ ചൂസ് ചെയ്യാൻ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഫീസ് വളരെ കുറവായിരുന്നു എൻ്റെ കോഴ്സിന്. ഞാൻ ന്യൂമീഡിയാണ് പഠിക്കുന്നത്. സോ എൻ്റെ കോഴ്സിന് വളരെ കുറവ് പറഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീയും കാര്യങ്ങളും മാത്രമാണ് ന്യൂമീഡിയക്ക് ഞാൻ കണ്ടിരുന്നത്. അതായത് ഇവിടെ കമ്പാരിറ്റീവ്ലി എല്ലാ കോഴ്സിനും നമുക്ക് ബാക്കി യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫീ കുറവാണ്. പക്ഷേ ബാക്കി യൂണിവേഴ്സിറ്റീസിന്, അതായത് നമുക്ക് ടയർ 1 യൂണിവേഴ്സിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല ഹിമാചൽ യൂണിവേഴ്സിറ്റി വരുന്നത്. പക്ഷേ MBAയിൽ വരുമ്പോൾ MBA ഏറ്റവും ബെറ്റർ കോഴ്സാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെ അധികം മലയാളീസ് MBAയിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്ന MBAയിൽ അവർ പറയുന്നത് പൊതുവേ MBAക്ക് നല്ല ഫീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫീസും കുറവാണ്, പക്ഷേ നല്ല MBAൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ MBA നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ബെറ്റർ ഓപ്ഷനാണ്. ഫീയും കുറവാണ്, നല്ലൊരു
കോഴ്സാണ് ഇവിടുത്തെ MBA എന്ന് പറയുന്നത്. പക്ഷേ ന്യൂ മീഡിയനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ന്യൂ മീഡിയയാണ് എടുത്തത്. എനിക്ക് അഡ്മിഷൻ ഫീ വന്നിരുന്നത് 5550 ആയിരുന്നു. പക്ഷേ എനിക്ക് അതേ മാനേജ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം എനിക്ക് പഞ്ചാബ് കിട്ടിയ സമയത്ത് നമുക്ക് ഇമെയിൽ വന്ന സമയത്ത് അതിൽ ഫീ അടക്കാനുള്ള ഓപ്ഷൻ നോക്കിയപ്പോൾ അവിടെ 13 അത്ര സംതിങ് ആയിട്ട് ഉണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഏതായാലും എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തന്നെ മാനേജ് ചെയ്തിട്ടാണ് എൻ്റെ ഫീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വേറൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. നമുക്കൊരു കറക്റ്റ് ടൈം ടേബിൾ ലെവലിൽ അങ്ങനെ പോകുന്ന, അതായത് ഇത്രയും നേരം ഇരിക്കണം അത്ര നിർബന്ധമൊന്നും വലിയതിൽ ഇല്ലാത്ത ഒരു അതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടും നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സോ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളും ഫീ ഒക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് നോക്കിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ അടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക. അതും ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളുടെ കൂടെ, പല സ്റ്റേറ്റിലും നിന്നുള്ള കുട്ടികളുടെ കൂടെ നമുക്ക് പഠിക്കാന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ അത് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ CUT എഴുതുന്ന സമയത്തും CUTനെ കുറിച്ച് അന്വേഷിച്ച സമയത്തൊക്കെയാണ് ഞാൻ ഹെൽപ്പ് ഡെസ്കിലും കാര്യങ്ങളിലൊക്കെ എവിടെയാണ് ഏറ്റവും ഫീ കുറവുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ കുറേ സെർച്ച് ചെയ്ത് അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമായിട്ടോ അന്വേഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കഴിയില്ലാന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ നിങ്ങളെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത്രയും ഫീസ് മാനേജ് ഇപ്പോൾ പഞ്ചാബിലെ ഫീസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിലെ ഫീസ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓക്കെ നിങ്ങളിനി പ്രിപ്പയർ ചെയ്തതിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള എന്താ പറയുക, എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ലെവല് നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കുറവാണ് ശരിക്കും, അപ്പോൾ നിങ്ങൾ എന്താ പറയുക പോണ്ടിച്ചേരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ട്. സോ നിങ്ങൾ അവിടെയൊക്കെ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിലെ ഫീയോ അല്ലെങ്കിൽ പഞ്ചാബിലെ ഫീയോ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി ഒക്കെ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ബോധം ഉണ്ടാവണം, ഇവിടെ എത്ര ഫീ ഉണ്ടല്ലേ, ഇവിടെ എത്ര ഫീ ഉണ്ടല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഫണ്ട് ഉണ്ട്, ഒരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആ ഫീ എൻ്റെ വേസ്റ്റായി എന്നാണ് അതിനർത്ഥം വരുന്നത്. സോ എനിക്ക് അവിടെ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്ത്, നമ്മൾ അത്രയും യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്ത്, എന്നിട്ട് നമ്മൾ ഹിമാചൽ യൂണിവേഴ്സിറ്റി മാത്രം സെലക്ട് ചെയ്ത് ബാക്കി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടും നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം നമുക്ക് അവിടുത്തെ ഫീ മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സാധനം ഉള്ളിൽ ഉണ്ടായപ്പോഴുണ്ടായൊരു സങ്കടം ഉണ്ടല്ലോ, അതിനുള്ള അവസരം ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്ന യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് മാത്രമല്ല, ആ മാർക്ക് വെച്ചിട്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോണ്ടിച്ചേരി കിട്ടാം, പഞ്ചാബ് കിട്ടാം, അല്ലെങ്കിൽ വേറെ രാജസ്ഥാൻ കിട്ടാം. പക്ഷേ നിങ്ങൾക്ക് അവിടുത്തെ ഫീസ് മാനേജ് ചെയ്യാനും പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ കൊടുക്കാണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അത് ഞാനൊന്നും പറയണില്ല. ഞാൻ എൻ്റെ സങ്കടം മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. എനിക്കത് കഴിഞ്ഞിട്ടോ വേണ്ടിയില്ലായിരുന്നു, എൻ്റെ അത്രയും പൈസ പോയില്ല എന്നുള്ളൊരു സാധനം എനിക്ക് ഉള്ളിലൊരു ഉണ്ടായിരുന്നു. സോ നിങ്ങൾ അതും കൂടി നോക്കാം. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും. സോ അങ്ങനെ നോക്കാം. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി അധിക യൂണിവേഴ്സിറ്റികളിലും ഫീസ് കുറവാണ്. നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിനാട്ടിലും കുറവായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ CUT എഴുതി കഴിഞ്ഞാൽ നമുക്ക് IIT അതേപോലത്തെ കുറച്ച് IMC ഇതൊക്കെ ഉണ്ട്, IIT IMC ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ഫീസ് ഉണ്ട്, പക്ഷെ നല്ല എഡ്യൂക്കേഷനും നല്ല പക്ക അടിപൊളി എഡ്യൂക്കേഷൻ സാധനം അവർ കൊടുക്കുന്നുണ്ട്. സോ അതിനുള്ള ഫീസും അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി അടിപൊളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ മാർക്കും വേണം. അങ്ങനെ ഒന്നുണ്ട്, മാർക്കും വേണം, ഫണ്ടും വേണം, പക്ഷേ നമുക്ക് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ്, നല്ലൊരു കരിയർ
കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ യൂണിവേഴ്സിറ്റികളാണ് ഇത് രണ്ടും. സോ ഈ 2 യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത് എന്തായാലും അവിടെയൊക്കെ പോയി പഠിക്കാൻ നോക്കുക. കാരണം ഒറ്റ എക്സാമുമായി നമുക്ക് അത്രയും വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് സ്കോളർഷിപ്സിനെ കുറിച്ച് പറഞ്ഞുതരോ, എക്സ്പെൻസീവിൻ്റെ കാര്യങ്ങളെ കുറിച്ച് വരെ. ഈ സ്കോളർഷിപ്സിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പാണ് ഒന്ന് ഇ ഗ്രാൻസും ഫീഷിപ്പും. ഇപ്പോൾ എനിക്ക് ഫീസ് വരുന്നത്, ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ 5550 ആണെങ്കിൽ ഓരോ സെമ്മിലും എനിക്ക് 3000 എത്രോ ആണ്, അതായത് 3050 എത്രോ ആണ് എൻ്റെ ഓരോ സെമ്മിലെ ഫീ വരുന്നത്. സോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫീസായിരുന്നു. അതുമല്ല, നമുക്ക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി തരുന്ന, അതായത് എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവർ തരുന്ന സ്കോളർഷിപ്പാണ് ഫീഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള സ്കോളർഷിപ്പ് കാര്യങ്ങളുണ്ടാവും. അതും നിങ്ങൾ അന്വേഷിക്കുക. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫീഷിപ്പിൽ എനിക്ക് എൻ്റെ ഫീസ്, ഞാൻ എത്രയാണോ ഫീസ് അടച്ചത് അതെനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ അതൊരു ബെറ്റർ സാധനമാണ്. അതായത് ഫീഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫീസ് നമ്മുടെ സെമസ്റ്ററിന് അടിച്ച ഫീസ് നമുക്ക് ആ ഫീഷിപ്പിലൂടെ തിരിച്ചു കിട്ടും. പിന്നെയുള്ള സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻസ്. ഇത് എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പാണ്. ഇ ഗ്രാൻസ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ് നമുക്ക് തരുന്ന സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻസ് എന്ന് പറയുന്നത്. പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക്, നാട്ടിലുണ്ടല്ലോ ഇ ഗ്രാൻസ് ഒക്കെ അറിയായിരിക്കും. അപ്പോൾ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഫീസും അവരുടെ ഹോസ്റ്റൽ ഫീസ്, അവരുടെ എക്സ്പെൻസ്, ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ഫീസാണ് ഇ ഗ്രാൻസ് എന്ന് പറയുന്നത്. സോ ഇ ഗ്രാൻസ് നമ്മൾ ഇത്രയും ഇനിയിപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു ഫീഷിപ്പിലൂടെ നമ്മൾ അടിച്ച ഫീസ് നമുക്ക് തിരിച്ച് കിട്ടും. സെയിം ഇ ഗ്രാൻസും കൂടി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി എക്സ്പെൻസുകൾ, അതായത് നമ്മുടെ ഹോസ്റ്റൽ ഫീസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റൂമിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ റൂം ഫീസ്, റൂം റെൻറ്റ് കാര്യങ്ങൾ, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ഇ ഗ്രാൻസിലൂടെയും മാനേജ് ചെയ്യാൻ പറ്റും. ഇ ഗ്രാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണോ ഫീസ്, ഇപ്പം എനിക്ക് 5550 ആയതുകൊണ്ട് എനിക്ക് 13 ആയിരുന്നു ഇ ഗ്രാൻസ് കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന്, അവൾ MBA ആയിരുന്നു. ഇവിടെ MBAയിൽ വരുന്നത് അഡ്മിഷൻ എടുക്കുമ്പോൾ 13,850 രൂപയാണ് MBAയിൽ വരുന്നത്. വേറൊക്കെ യൂണിവേഴ്സിറ്റി നല്ല പൈസ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ MBAയിൽ പൊതുവെ കുറവാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. MBA ജനറൽ ആയിക്കോട്ടെ, MBA TET ആയിക്കോട്ടെ, ഇവിടെ രണ്ടും സെയിം ഫീസായിരുന്നു. അവർക്ക് വരുന്ന ഇ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. നമ്മുടെ ഫീസിനനുസരിച്ചും നമ്മുടെ ട്യൂഷൻ ഫീസിനനുസരിച്ചാണ് നമുക്ക് സ്കോളർഷിപ്പ് ഇ ഗ്രാൻസ് തരാം. അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി അനുസരിച്ചും നമുക്ക് ഇ ഗ്രാൻസ് കൊടുക്കും. ഇപ്പം ഞാൻ OBC ആയതുകൊണ്ട് എനിക്ക് ഇത്ര കിട്ടി. ഇനിയിപ്പോൾ OBCയിൽ തന്നെ വേറെ കാറ്റഗറി ഉണ്ട്, അവർക്ക് അതിലേറെ സ്കോളർഷിപ്പ് ഇട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. സോ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടായിട്ട് ഇങ്ങനത്തെ സ്കോളർഷിപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെയുള്ള സ്കോളർഷിപ്പാണ് NSP അറിയായിരിക്കും കുറേ ആൾക്കാർക്ക്. NSP അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് NSP. പിന്നെയുള്ള സ്കോളർഷിപ്പ് സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഉണ്ട്. അതും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മാർക്ക് ബേസ് ആണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. സോ സ്കോളർഷിപ്സ് കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ സ്കോളർഷിപ്പ് എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് ആ സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പാണോ കിട്ടുക, ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സ്കോളർഷിപ്പ്, അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിനോ അല്ലാത്ത കാര്യത്തിനോ ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സ്കോളർഷിപ്പ് ഇല്ലാത്തത് കുഴപ്പമൊന്നുമില്ല, സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ സ്കോളർഷിപ്പിനെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും അവരുടേതായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളതൊന്ന് അന്വേഷിച്ച് നോക്കുക, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയെ ചൂസ് ചെയ്ത് ആ യൂണിവേഴ്സിറ്റിയിൽ ഹെൽപ്പ് ഡെസ്കിൽ. ഓക്കെ, ഇനി എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും കാലമായിട്ട് മലയാളീസ് പഠിച്ചു വന്നപ്പോൾ ഈ വർഷമാണ് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നൊന്നും നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ടല്ല, ഞാനൊന്നും ഹോസ്റ്റലിൽ നിന്നായിരുന്നില്ല. കാരണം എനിക്കുണ്ടായിരുന്ന എന്താ വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ ഫുഡ് തീരെ മാനേജ് ചെയ്യാൻ പറ്റൂല, എനിക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റൽ ആദ്യം ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിരുന്നു എൻ്റെ. പക്ഷെ ചില ആൾക്കാർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഓക്കെ ആയിരിക്കും, അവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ഹോസ്റ്റലിൽ ലിമിറ്റഡ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ്. സോ നമ്മൾ ഇപ്പോൾ തന്നെ മലയാളികൾ 4 ആൾക്കാരൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ പുറത്താണ് റൂം എടുത്ത് നിൽക്കുന്നത്.
അപ്പോൾ ഞാനൊക്കെ റൂം എടുത്തിട്ടായിരുന്നു നിന്നിരുന്നത്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട്, അപ്പം നമുക്ക് അങ്ങനെയും റൂം എടുത്ത് നിന്നിട്ട് നമ്മുടെ എക്സ്പെൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റെൻറ്റും കാര്യങ്ങളും സ്പ്ലിറ്റൊക്കെ ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ധർമ്മശാലയിൽ അത്യാവശ്യം എക്സ്പെൻസാണ് റൂമിന്. അത്യാവശ്യമല്ല, കുഴപ്പമില്ലാതെ 5 ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. 3 ആൾക്കാർക്കൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. എനിക്ക് വന്നിരുന്ന 1266 ആയിരുന്നു. നമ്മൾ 3 ആൾക്കാരായിരുന്നു, 5000ൻ്റെ റൂം. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു റൂമായിരുന്നു. റൂമും കിച്ചണും കാര്യങ്ങളും നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് വരുന്നത് നമ്മൾ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചാണ്. നമ്മളെങ്ങനെ എക്സ്പെൻസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ചാണ് ഫുഡിൻ്റെ കാര്യമൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ 3000 രൂപക്കൊക്കെ ഒരു മാസം തള്ളി നീക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ അതിലേറെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 10000 ആവേണ്ട. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചാണ്. സോ നമ്മുടെ കയ്യിൽ എത്ര പൈസ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്, അങ്ങനെ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ അത്രയും കൺട്രോൾഡ് ആയിട്ട് നോക്കുന്ന കുട്ടികളും ഉണ്ട്. സോ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എത്ര അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോകാവുന്നതുമാണ്. സോ പിന്നെ ഇവിടെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബും ഓപ്ഷനാണ്, അതും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇവിടെ പഠിക്കാൻ പറ്റും. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊന്നും പറ്റൂല, നമ്മളെ കൊണ്ടൊന്നും ഫീസ് മാനേജ് ചെയ്യും, അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ മാർക്ക്, ഇതിനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പൈസ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹൈദരാബാദിൽ ഏറ്റവും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. അല്ല വേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എനിക്കിപ്പോൾ ഹൈദരാബാദാണ് ഓർമ്മ വരുന്നത്, അതാണ് ഞാൻ അത് പറയുന്നത്. സോ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഹോസ്റ്റൽ ഫീസിനെ കുറിച്ചിട്ട്. ഇവിടുത്തെ ഞാൻ പറയുകയാണെങ്കിൽ 7200 സെമസ്റ്ററിൽ. അതായത് നമ്മൾ ഓരോ സെമ്മിലും അടക്കേണ്ട ഫീസാണ്. അത് 6 മാസത്തിന്. ഓക്കെ, 7200. അവിടെയാണ് നമ്മുടെ ബെഡും കാര്യങ്ങളും അങ്ങനത്തെ അതിനൊക്കെയാണ് അവിടെ പോകുന്നത്. പിന്നെ ഫുഡിന് നമ്മൾ 2100 രൂപ എല്ലാ മാസവും കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഹോസ്റ്റൽ ചൂസ് ചെയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ എനിക്ക് ഇവിടുത്തെ ഫുഡ് പറ്റാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് നോൺ വെജ് ഒന്നും ഇവിടുത്തെ ഹോസ്റ്റലിൽ കിട്ടൂല, അങ്ങനെ ചില സാധനങ്ങളുണ്ട്. സോ അറിയാലോ, അപ്പോൾ നമുക്ക് നോൺ വെജ് കിട്ടാത്തതുകൊണ്ട് അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് കഴിക്കുകയൊക്കെ ചെയ്യട്ടോ, അതിനൊന്നും വിഷയമില്ല എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ മലയാളീസൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സോ അതിനൊന്നും വിഷയം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിട്ടൂല, നമുക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഹോസ്റ്റൽ ചൂസ് ചെയ്യാതിരുന്നത്. പിന്നെ നമുക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ റൂമാണ് ബെറ്റർ. സോ പിന്നെ ഒരു ഓപ്ഷൻ, ഹോസ്റ്റലും പറ്റൂല അല്ലെങ്കിൽ റൂമും പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കാനും നമുക്ക് പറ്റും. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിന്നത്. അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണെങ്കിലും ഇവിടെ വന്നപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാസം പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക. എന്നിട്ട് കാരണം റൂമൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല, ഇനിയിപ്പോൾ റൂം തപ്പാണെങ്കിൽ തന്നെ. സോ നമ്മൾ ഒരു മാസം പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നിട്ട് ആ ഒരു മാസം നമുക്ക് എന്താ പറയുക റൂം തപ്പി പോവാം. ഇവിടെ 6500 ആയിരുന്നു ഞാൻ പെയിൻ ഗസ്റ്റ് ആയി നിന്നപ്പോൾ. അതിൽ നിന്ന് ഫുഡും എല്ലാ കാര്യങ്ങളും അതിൽ പോകും. ഒരു മാസം 6500 കൊടുക്കണേ. നമുക്ക് സുഖമാണ്, അതായത് നമുക്ക് ഫുഡൊന്നും കുക്ക് ചെയ്യേണ്ട, രാവിലെ തന്നെ ഫുഡ് കിട്ടുന്നു, ഉച്ചക്ക് ഫുഡ് കിട്ടുന്നു, രാത്രി ഫുഡ് കിട്ടുന്നു, എല്ലാം സെറ്റാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ PG കുഴപ്പമില്ല, പക്ഷേ നമുക്ക് PGയിൽ നിന്നാലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഇത്രയും പൈസ എന്നുള്ളൊരു സാധനം കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ഫുഡ് പറ്റാത്ത പ്രശ്നം, നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കുമല്ലോ അവരുണ്ടാക്കുക, അതിൻ്റെ പ്രശ്നം എനിക്ക് നല്ല ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചിരുന്നു ഒരു മാസം നിങ്ങൾ PGയിൽ നിന്നിട്ട് നിങ്ങൾ റൂമൊക്കെ സെർച്ച് ചെയ്ത് റൂം കിട്ടിയിട്ട് നിങ്ങൾ സ്ഥലമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ അതിനൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് കമ്പനി കാര്യങ്ങളൊക്കെ ആ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റൂമൊക്കെ സെറ്റാക്കാൻ പറ്റും. സോ നിങ്ങൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ആദ്യത്തെ മന്ത് പെയിൻ ഗസ്റ്റ് ഒക്കെ ആയിട്ട് നിന്നാൽ മതി. ഓക്കെ, അല്ലാത്ത എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റികളുള്ളിടത്തൊക്കെ പെയിൻ ഗസ്റ്റ് PGs ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഗേൾസ് PG, ബോയ്സ് PG എന്നൊക്കെ പറഞ്ഞിട്ട് PG കുറേ ഉണ്ട്. നമുക്ക് അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു PG നമുക്ക് ചൂസ് ചെയ്തിട്ട് ഒരു 1 month ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത്
അതാണ് നല്ലതെന്നാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്, നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട് അവിടുത്തെ ഫീസ്, അവിടുത്തെ എക്സാംസ് കാര്യങ്ങൾ, അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ഒരു അക്കാഡമിക് രീതികൾ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിലും അവരുടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടൊരു PDF ഉണ്ട്, അത് കിട്ടും. ഇത് തന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു. സോ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നില്ല, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ അവരുടെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും, അതായത് അക്കാഡമിക്സിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ പ്രോസ്പെക്ടസ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റി അവരുടെ സൈറ്റിൽ ഇപ്പോൾ 2026 ആയല്ലോ, ഇപ്പോൾ നമ്മളുടെ എക്സാം കാര്യങ്ങളൊക്കെ ആയല്ലോ, അതുകൊണ്ട് അവരത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ച് നോക്കുക. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നല്ല എക്സ്പെൻസസ് ആവും, നല്ല ഫീസ് ഉണ്ട് എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ ഫീസിനും നിങ്ങളുടെ സാമ്പത്തിക ലെവലിനൊക്കെ അനുസരിച്ച്, നിങ്ങളുടെ മാർക്കിനൊക്കെ അനുസരിച്ച് പറ്റിയ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കുണ്ട്. കാരണം അത്രയും യൂണിവേഴ്സിറ്റികൾ CUETന്റെ അണ്ടറിലുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും കുറവ് യൂണിവേഴ്സിറ്റി, ഇനിയിപ്പോൾ ഓക്കെ നിങ്ങൾ ഏറ്റവും Tier 3 യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അതായത് മറ്റ് യൂണിവേഴ്സിറ്റിനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാലും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പക്ഷെ നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ച് നല്ല മാർക്കിന് വാങ്ങിക്കോളി. അല്ലാതെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്ന് നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ വിട്ടൊന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Tier 3 ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ Tier 3 വരുന്ന നല്ല യൂണിവേഴ്സിറ്റികളും നോക്കിയിട്ട്, അതിൽ ബെറ്റർ യൂണിവേഴ്സിറ്റികളും നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ഇതുവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനും CUETനെ കുറച്ചുകൂടി വീഡിയോസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ സെയിം ഡൗട്ട്സ് ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചോളി. നല്ല പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എക്സാം ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ബാക്കി അപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാത്തപോലെ എന്തായാലും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്ത്യയിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനെ നോക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.